അച്ഛാ മുടങ്ങി ക്ഷമിക്കണേ. എന്താടാ? അച്ഛൻ ഇവിടെ ഇങ്ങനെ കുന്നം വിഴിഞ്ഞ പോലെ ഇരുന്നോ? മാളും ആനന്ദും കൂടി ഗുരുവായൂർക്ക് പോവാ. എന്തിന്? പൂജയ്ക്കെന്ന് പറഞ്ഞ് പോയി ഗുരുവായൂർ റൂം എടുത്ത് തങ്ങാൻ അവരുടെ പ്ലാൻ. അവിടെ ആകുമ്പോ വേറെ പ്രശ്നമില്ലല്ലോ. അവരൊന്നാകാതെ നോക്കിയാ പോരെ. എങ്ങനെ? എടാ, എന്റെ കയ്യിൽ കുറച്ച് നായ്ക്കരുത പൊടിയുണ്ട്. അതവരുടെ ദേഹത്ത് തൂയാലോ? ചൊറിയും. മുറി എടുത്താലും ഒരു ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് മതി. പക്ഷെ എങ്ങനെ തൂക്കും? ക്ഷണക്രിയം ചാത്ത. ഒരു വഴി എനിക്ക് ചാത്തൻ കാണിച്ചു തരുന്നുണ്ട്. ചൊറിഞ്ഞ് അവന്റെ ശരീരത്തിൽ തോലിന്റെ ഒരു അംശം ഉണ്ടാകരുത്. ഞാനൊന്ന് നോക്കട്ടെ. പൗഡർ കുട്ടിക്കൂറ തൊട്ടി പൗഡറെങ്കിലും സുന്ദരനായിട്ട് ഗുരുവായൂരപ്പ കാണാൻ പോവല്ലേ? ക്ലാമറാക്കി തരാടാ. എന്താ കുടുംബത്തിലുള്ളവർ ഇട്ടിട്ട് മതികടാ ബാക്കിയുള്ളവന്മാര്. അത് മുഴുവൻ തീർക്കല്ലേ? കാണിക്കില്ല. ഇഷ്ടം പോലെ അച്ഛനും മോനും കൂടി പൗഡർ. എന്താ മോനെ എന്റെ കയ്യിൽ പൗഡർ തട്ടിയെടുത്ത് എനിക്ക് തരാതിട്ടോണ്ടിരിക്കുക. വാണിയംകുളം ചന്തയിലേ ഞാൻ വെട്ടാൻ വരുന്ന പോത്തിന് ഒറ്റയ്ക്ക് പിടിച്ചിട്ട് ഞാൻ എന്റെ മോനിടണ്ട പൗഡർ രണ്ടുപേരിട്ട് കളിക്കുക. അങ്ങനെ ആയാലും പറ്റില്ലോ. ഇത് പിടി. ബാക്കി നീട്ടോ. ബാക്കിയില്ല. മായോ ഇത് റിവേഴ്സ് അടിച്ചല്ലോടാ. ഒന്നും തോന്നുന്നില്ലേ? ഉത്സവം അത് തന്നെ. നിനക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? എന്റെ ദേഹം മാത്രമല്ല നാക്കോട് ചൊറിഞ്ഞു വരുന്നുണ്ട്. തിരുമേനിക്കെന്ത് പറ്റി? എനിക്കൊന്നും പറ്റില്ല. ഇപ്പോ എന്റെ പുറത്തൊന്നും വരേ മാന്തി തരാൻ പറഞ്ഞു ഒരാള് ചെയ്യില്ല.